സാർ ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് നിൽക്കുക. അപ്പോൾ കുറേ പേര് പുറത്തേക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. സാറിന് ശരിക്കും അവർ പറയുന്നതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ് തോന്നുന്നത്? അവർ ഈ നമ്മൾ ശബ്ദിക്കേണ്ട സമയത്ത് ശബ്ദിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മുടെ സിനിമ ഒരു സർവൈവലാണ്, സ്ത്രീയുടെ സർവൈവലാണ്. ഞാൻ ഇക്വാലിറ്റി എന്നൊരു ശബ്ദമാണ് ഉയർത്തുന്നത്. കാരണം ഇൻഡസ്ട്രിയിൽ എവിടെയാണ് തൊഴിലിടത്തിൽ സ്ത്രീയും പുരുഷനും ഒരേ രീതിയിൽ ഇക്വാലിറ്റി ഉണ്ട്. ആ ഇക്വാലിറ്റി വേണം. കാരണം എല്ലാവരും മനുഷ്യജീവികളാണ് അല്ലേ? അപ്പം ആ രീതിയിൽ തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കെയറിങ് നമുക്ക് മറ്റുള്ള ആളിൽ നിന്ന് അനുഭവപ്പെടുന്നതാണ് കെയറിങ്. അപ്പം അത് കൃത്യമായിട്ട് ബഹുമാനം എല്ലാവർക്കും കൊടുക്കുക. അത് ഓരോരുത്തരെയും അവരുടെ കുടുംബത്തിൽ നിന്നാണ് അവർ പഠിച്ചിറങ്ങുന്നത്. അത് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇതിനിറങ്ങുമ്പോൾ വൈഫിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാവും. എങ്ങനെയാണ് അതൊരു ബലം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അതായിരിക്കണം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം. ആ ഒരു ഗൈഡൻസ് നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഇതുള്ളൂ. ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ശബ്ദിക്കുന്ന സമയത്ത് ശബ്ദിക്കുക. അത് ഇച്ചിരി സമയം തെറ്റി ശബ്ദിച്ചിട്ട് കാര്യമില്ല. അത് അല്ല, അതിനകത്ത് സ്പേസ് വരുന്ന സമയത്ത് നമ്മൾ ശബ്ദിക്കണം. അങ്ങനെ അല്ല, നമ്മൾ വെയിറ്റ് ചെയ്യും തോറും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ സംബന്ധിച്ച് ഇതൊരു നമ്മുടെ റിലേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിനകത്ത് ആ കുട്ടി അതിൻ്റെ പല സ്റ്റേജിലാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സർവൈവൽ എല്ലാം കാണിക്കുന്നുണ്ട്. അത് അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറും അങ്ങനെയാണ്. പക്ഷേ ഇത് സിനിമ കണ്ടു കഴിയുമ്പോഴേ എല്ലാവർക്കും ഇതിനകത്തൊരു കൃത്യമായൊരു ഡീറ്റെയിലിങ് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഏത് സൈഡും ചിന്തിക്കും. കാരണം സ്ത്രീ വില്ലനാണോ, വില്ലത്തിയാണോ, പുരുഷൻ വില്ലനാണോ എന്നുള്ള ആ ഒരു സാധനം നമ്മുടെ പ്രോജക്റ്റ് കഴിയുമ്പോഴേ നമുക്ക് അയച്ചാൽ പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാർക്ക് ഒരു അർത്ഥം കിട്ടും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് വർത്തമാന കാലഘട്ടത്തിൽ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ. ഞാൻ മെറിസനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെറിസ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇങ്ങനെയൊക്കെയാണല്ലോ ഇൻഡസ്ട്രിയിൽ, ഇതിനകത്ത് എന്തൊക്കെ സേഫ്റ്റി എനിക്കുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, എൻ്റെ ആക്ച്വലി എൻ്റെ റോൾ എന്താണ്, അതായത് എനിക്ക് ഒരു വന്ന് നിന്ന് അഭിനയിച്ചു പോകുന്നൊരു സംഭവമാണോ, അല്ലെങ്കിൽ ജസ്റ്റ് പോകുന്നതാണോ, അതോ ക്യാരക്ടർ റോളാണോ, അല്ലെങ്കിൽ പറയുന്ന അതായത് നമുക്ക് കാര്യം ഇല്ലാതെ ചുമ്മാ ഓരോരുത്തരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കണം, എങ്ങനെയാണ് അത് വന്നൊന്ന് അഭിനയിക്കണം, അങ്ങനെ ചേട്ടൻ ജസ്റ്റ് വിളിക്കുന്നതാണോ, അതിനെപ്പറ്റി അന്ന് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചപ്പോൾ എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഇങ്ങനെ പക്ഷേ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും അല്ല വെച്ചത്. അപ്പം എന്നോട് ഇൻഡസ്ട്രിയിലെ കുറേ സേഫ്റ്റി കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിതിനകത്ത് ഈ പറയുന്ന നിത്യ മേരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലേഡി ഉണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവിടെ ഒരാളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രൂവിനാണ് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായ പോലും ഞങ്ങളുടെ എല്ലാവരും പ്രത്യേകിച്ച് തന്നെ ഞങ്ങൾ ഓപ്പണായിട്ട് ഞങ്ങളുടെ കാര്യം സംസാരിക്കാം, അങ്ങനെ ഫ്രീഡം തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ആ സെറ്റ് വന്നപ്പോൾ അനുഭവപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ അതിന് മുമ്പുകൾ നിങ്ങളുടെ പല പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പോലും പല സ്ട്രഗിൾ ചോദിക്കുമല്ലോ, ചില നോവർ എൻ്റെ അടുത്ത് നോവർ ചെയ്യും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നോട്. അത് ആ രീതിയിലാണ് ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് ക്ലിയർ ആണോ, പ്രോജക്റ്റ് ഉണ്ടോ, പ്രോജക്റ്റ് ചെയ്യാനുള്ളതാണോ, ഇന്ന സമയത്ത് നടക്കുമോ, പൂർത്തിരിക്കും, അതിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇതിലേക്ക്? ഫസ്റ്റ് ഞാനത് എല്ലാ പ്രോജക്റ്റിനും മുന്നേ ഞാൻ ചോദിക്കും. ബിക്കോസ് ഇപ്പം ആ പ്രോജക്റ്റിൽ എന്താണ് ഒരു ക്യാരക്ടർ, ഞാനിപ്പോൾ ചുമ്മാ വന്ന് നിന്ന് പോകുന്നേക്കാളും എനിക്കെന്താണ് അതിൻ്റെ അകത്ത് ആ ഒരു പ്രോജക്റ്റിൽ ചെയ്യാനുള്ളത്, എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് പുറത്തേക്ക് എൻ്റെ ആ ഒരു സിനിമയിൽ എനിക്കൊരു ഭാഗമുണ്ടോ, ഭയങ്കര വലുതാവണമെന്നില്ല, ചെറുതാണെങ്കിലും എന്താണ് എൻ്റെ ഒരു പാർട്ട് എന്നെനിക്കറിയണം. പിന്നെ അഫ്കോഴ്സ് എൻ്റെ സേഫ്റ്റി എന്തായാലും ഞാൻ ചോദിക്കും. എല്ലാ ഫിലിമിനും മുന്നേ ഞാൻ ചോദിക്കും, ഓക്കെ ആണല്ലോ അല്ലേ, ഞാൻ എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നുവരെയും പിന്നെ
മിക്ക പടങ്ങളും അത്യാവശ്യം ഞാൻ ചെയ്ത എല്ലാ പടവും നല്ല ജെനുവൻ ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എല്ലാം തന്നെ ഓഡീഷൻ വഴി എടുത്തൊരു ഫിലിംസാണ്. ഓഡീഷൻ കഴിഞ്ഞു അവർ വിളിക്കാമെന്ന് പറയും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇന്നൊരു ക്യാരക്ടറുണ്ട്, താൻ വന്ന് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കുക ക്യാരക്ടറിന് ഒരു ഇതുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കും. അപ്പം ഓഫ് കോഴ്സ് അവർ ഉണ്ടെന്ന് പറയും. ഇല്ലാത്തത് ഇപ്പോൾ ചിലർ പറയും അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല, ചെറിയൊരു സാധനമാണ് എന്ന് പറയും. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കും. അപ്പം ചിലത് ചുമ്മാ നിൽക്കണം എന്നുള്ളൊരു സാധനത്തിലേക്ക് ലാസ്റ്റ് എത്തും. ചേട്ടാ ഞാൻ ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒരു 2 ഡയലോഗേ ഉള്ളൂവെങ്കിലും ആ പടത്തിൻ്റെ അകത്ത് ഒരു 2 ഡയലോഗിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ളൊരു സാധനം ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി പിന്നെ ഇപ്പോൾ ചെയ്ത പടങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. സാറ് ശരിക്കും എന്തുകൊണ്ടാണ് എന്നെ ഈ ക്യാരക്ടറിനെ സെലക്ട് ചെയ്തത്? ഞാൻ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് വന്നു പോകുന്ന ഒരു ക്യാരക്ടറിനെ ഈ ഫ്രെയിമിൽ കൊണ്ടുവരേണ്ടതല്ലേ. അത്യാവശ്യം പുതുമകൾ വെച്ച് ചെയ്യുന്നു, സിങ് സൗണ്ടാണ്, ഒരുപാട് ടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ ക്രൂ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം ഞാൻ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ പുതുമകളെ വെച്ച് റിസ്ക് എടുക്കുക. നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റ് മൂവിയാണല്ലോ, ടീം വർക്കാണ് മൊത്തത്തിൽ. അപ്പോൾ ആക്ടേഴ്സിനും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ റിസോർട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നവരാരും വന്ന് അഭിനയിക്കാൻ പാടില്ല. കോമൺ നിങ്ങളുടെ ശൈലിയല്ല, നിങ്ങളുടെ മുമ്പ് വർക്ക് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഞാൻ ഓൾറെഡി അങ്ങനെയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. എനിക്ക് ഇങ്ങനെയാണ് റിസൾട്ട് വേണ്ടത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് എനിക്ക് കിട്ടി. എന്നുവെച്ചാൽ ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഓഡീഷൻ സമയത്തും വർക്ക്ഷോപ്പ് ടൈമിലും പറഞ്ഞു തരുമ്പോഴത്തേന് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നു. പക്ഷേ ഡയലോഗ് പഠിച്ച് കാണാൻ പറയണമെന്നുള്ള സിസ്റ്റം അല്ല ഞാൻ പറഞ്ഞത്. പല ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതിന് വേണ്ടി വാശി പിടിക്കാറുണ്ട്. അത് അവരുടെ ഭാഗങ്ങൾ. പക്ഷേ എൻ്റെ മേക്കിംഗ് ശൈലി പ്രത്യേകിച്ച് രീതിയിലാണ്. കാരണം എനിക്ക് റീടേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് മനസ്സിലായത്, ഇത് സ്റ്റോറിയോട് റിലേറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ശൈലിയിൽ. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളുടെ ആക്ടേഴ്സിനെ അവിടെ രൂപപ്പെടുത്തി കൊടുക്കുമായിരുന്നു. നിങ്ങൾക്കൊരു ട്രെയിനിങ് ആയിരുന്നു ആക്ച്വലി. അങ്ങനെയാണ് എനിക്ക് ആ റിസൾട്ട്. അതാണ് ചിലത് കാര്യങ്ങൾ റീടേക്കിന് സെക്കൻഡിന് പോകരുത്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെന്താണ് മനസ്സിലാക്കി അങ്ങനെ. പക്ഷെ പല കാര്യങ്ങൾ ഒരു പ്രത്യേക ഒരു സ്കില്ലുണ്ട്. ഞാൻ പറഞ്ഞത് അടക്കം പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സ്കില്ലുണ്ട് മറീസയിൽ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു തപ്പലോ അല്ലെങ്കിൽ അങ്ങനെ സാധനം ഇല്ല. ആളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ഞാൻ കട്ട് പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അത് രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ച് തന്നായിരുന്നു. പക്ഷെ കോമ്പൈൻ ചെയ്തവരെല്ലാം കൃത്യമായിട്ട് ചെയ്തായിരുന്നു. പിന്നെ ആ റെസ്റ്റോറൻറ്റിലുള്ള റഷ് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ആ സമയം കൊറോണ ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്തു. അതുകൊണ്ടാണ് 18 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അല്ല റീടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എത്ര ഇഷ്ടപ്പെട്ടു, അത് വലിയ ബുദ്ധിമുട്ടാണ്. സാർ എനിക്ക് ഈ പടത്തിൽ ചാൻസ് തന്നതിന് നന്ദി. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ന്യൂ ഫേസ് ആണ്. അത്യാവശ്യം ഭയങ്കര എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ല. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊരു പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ ഇതെങ്ങനെ മനുഷ്യരെടുക്കും, ഇതിൻ്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്, ഇത് ബിസിനസ് ആവുമോ, ഇത് പെട്ടിയിലാവുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിലേക്ക് വന്നത്, ഇത് ന്യൂ ഫേസിനെ വെച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ച് ആ റിസ്ക് എടുത്തതിൻ്റെ റീസൺ, ഇതിന് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഇതൊക്കെയാണ് അതിനെ സംബന്ധിച്ച്. എനിക്ക് ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്ന വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആർട്ടിസ്റ്റ് ഇല്ലാതെ ഞാൻ 2 കാലുകൾ കാണിച്ച് ആ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സ്വീകാര്യത ഇൻഡസ്ട്രിയിൽ എനിക്ക് ഉണ്ടായി. എല്ലായിടത്തിലും എത്തി പ്രോജക്റ്റ്. അപ്പോൾ ഒരു വെയിറ്റിംഗ്, കൂൺ എന്ന് പറഞ്ഞ ടൈറ്റിൽ പ്രോജക്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഇത് മാർക്കറ്റിങ്ങിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കിട്ടി, ആൾക്കാരെ കൊണ്ട് നമ്മൾ ഈ ഒരു സാധനം ഇറക്കി വെച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. അപ്പം അത് എങ്ങനെ പുതുമകളെ വെച്ചത് എങ്ങനെ മാർക്കറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് 2-3 OTT ഫെയിമായിട്ടുള്ള OTTയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സെൻസർ ചെയ്യണം. സെൻസർ ചെയ്തപ്പോൾ എയർ സർട്ടിഫിക്കറ്റ് ആയി. അപ്പോൾ എയർ സർട്ടിഫിക്കറ്റ് പലരും ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചത് അയ്യോ ഇനി എന്ത് ചെയ്യും, അപ്പം എല്ലാവർക്കും കാണണം, അല്ലെങ്കിൽ അവർ എങ്ങനെ ധരിക്കുന്നത് സാധനം എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ അത് പോസിറ്റീവായിട്ട് എടുത്തു. എന്നോട് സെൻസർ ബോർഡ് പറഞ്ഞു ഇത് നിങ്ങൾ ഒന്നുകൂടെ റീസബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ UA ഞങ്ങൾക്ക് തരാം, കുറച്ചൊക്കെ റിമൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞത് കണ്ടൻറ്റാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനെയാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഇതെങ്ങനെ സാറിനോട് പറഞ്ഞത് തിയേറ്ററിലെത്താൻ എന്തെങ്കിലും ഹോപ്പുണ്ടോ എന്ന് ഇങ്ങനെ ഞങ്ങൾ തമാശയ്ക്ക് പോലും ചോദിച്ചു. പ്രൊഡ്യൂസർ സാറ് അനിൽ സാറ് കറക്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മളിത്
മൈക്രോ അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ വരുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതും ഇത് വന്നത്. പക്ഷേ ആ തലത്തിൽ നിന്ന് ഇതിപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 27 നമ്മൾ തിയേറ്ററിലോട്ട് വരും. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു ഡ്രീം സാധിച്ചു. അത് നമ്മൾ ഹാഫ് വിജയിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ലക്ഷ്യം, നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഇതേ തിയേറ്ററിൽ വന്നു, OTT വരുന്ന ഒരു പ്രോജക്റ്റ് വന്നു. പിന്നെ നിങ്ങളെ ഒരു വെല്ലുവിളി പുതിയ ആർട്ടിഷൻ ഒരുപാട് നമ്മളിപ്പോൾ ചിന്തിച്ചേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ളവരെ വെച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടൻറ്റിനാണ് വാല്യൂ, പെർഫോമൻസിനാണ് വാല്യൂ. അപ്പോൾ അവിടെ റിസൾട്ട് ഹാർഡ് വർക്കിന് റിസൾട്ടുണ്ട്. പുതിയ ആൾക്കാരെ പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മേക്കേഴ്സിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പം പുതിയവർക്ക് ഒരുപാട് അവസരമുണ്ട്. ഹയറാർക്കി ടീം ആ ഒരു സംഭവം മാറും. ഞാൻ പൊളിറ്റിക്സ് എന്നാണ് സത്യത്തിൽ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് സീനിയേഴ്സിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഞാനൊരു വേറെ പ്രോജക്റ്റിന് ശേഷം അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ ആൾക്കാരെന്നോട് സീനിയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക. ഞാൻ പോലീസ് അടുത്ത് പോകുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് സീനിയേഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക. അപ്പോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ 2-3 അസോസിയേറ്റ് ഡയറക്ടേഴ്സ് നമുക്ക് ആർട്ടിസ്റ്റും ഡേറ്റിനും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറയുന്ന പോലും ഞങ്ങൾ ഇത്ര നാൾ ഇൻഡസ്ട്രിയിലുണ്ട് അസോസിയേറ്റ് ആയിട്ട്, പക്ഷേ ഞങ്ങൾക്ക് മാർക്കറ്റ് കീഴ്പ്പെടുത്താൻ വേണ്ടി ആർട്ടിസ്റ്റ് ഡേറ്റ് തരുന്നില്ല, അല്ല ആർട്ടിസ്റ്റ് ഞങ്ങളോട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സീനിയേഴ്സ് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പേര് ചേരുന്ന ഒരു കോറം, അതായത് അതിപ്പം പെട്ടെന്ന് കൂടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മാറിക്കൂടുന്നവരായിരിക്കാം. അതങ്ങനെ ഉണ്ട്. അതിനെ അതിജീവിച്ച് കടന്നു പോകുക എന്നുള്ളത് ആ ഒരു മാർക്കറ്റിംഗ് ഇത് തന്നെയാണ്. ഞാൻ കണ്ടിരിക്കുന്ന അത്യാവശ്യം നമ്മൾ വെർച്വലിൽ ഇരുന്ന് നമുക്ക് രക്ഷപ്പെടാം. വെർച്വലിൽ ഇരുന്ന് നമുക്ക് എന്തും ലോകത്തോട് പറയാൻ പറ്റുന്ന സിസ്റ്റമാണ്. നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഔട്ട്പുട്ടും കൊണ്ട് ഇത് നല്ല റിസൾട്ടാണ്. ഈ ഔട്ട്പുട്ടും കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റും. നമ്മൾ ചെയ്തതിൽ നമ്മൾ ആത്മവിശ്വാസമുണ്ട്, ടീമിൽ വിശ്വാസമുണ്ട്, ആർട്ടിസ്റ്റ് വിശ്വാസമുണ്ട് എനിക്ക്. അപ്പം പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് സിനിമകൾ ചെയ്തിരിക്കും, ഒരുപാട് സിനിമയിൽ. മെറീസ ഇപ്പം കോളേജ് പഠനം കഴിഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ആക്ടേഴ്സ് ആകണമെന്നുള്ളത് ഇപ്പോൾ എനിക്കും ഉണ്ട്. ഞങ്ങൾ ഫ്രെയിമിൻ്റെ ബാക്കിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളും നാളെ നിങ്ങളിൽ നിന്ന് ആക്ടിങ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളെ പറഞ്ഞു തരുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഫ്രെയിമിങ്ങിൽ അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന സ്ക്രിപ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. മറിച്ച് നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നത്, എങ്ങനെ ടൈമിംഗ് കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഒരാൾക്ക് ക്യൂ കൊടുക്കണമല്ലോ വളരെ അടുത്തായി. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ എത്താൻ വേണ്ടി ഇതിനെപ്പറ്റി ഒരു ത്വരയുടെ പുറത്ത്, അല്ലെങ്കിൽ സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല ഇന്നത്തെ കാലത്തെന്നല്ല, പണ്ടും അതല്ല. പക്ഷേ ഞാൻ നടിയാകണം, അല്ലെങ്കിൽ എനിക്ക് നടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എപ്പോൾ തോന്നലാണ് വന്നു തുടങ്ങിയത്. അതോ പണ്ട് തൊട്ട് ചുമ്മാ എനിക്കൊരു നടിയാകണം എന്നുള്ള എല്ലാവരും മോഡൽ ഫോട്ടോ അയച്ചു കൊടുത്തു ഞാൻ സിനിമ നടിയാകും, അല്ലെങ്കിൽ ആ ഒരു ഇതാണോ വെച്ചാൽ മെറീസയുടെ ലൈനപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സംസാരിച്ചപ്പോഴും കാസ്റ്റിംഗ് സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പോലും പല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഞാൻ അന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ. അത് വെച്ചിട്ടാണല്ലോ ഞാൻ ആർട്ടിസ്റ്റിനെ അത് ഞാൻ ഓപ്പോസിറ്റാണ് ചെയ്തത്. മെറീസയുടെ രീതിക്കനുസരിച്ച് മെറീസയുടെ ഓൺ സ്വഭാവം അനുസരിച്ചല്ല ഞാൻ ക്യാരക്ടർ തന്നെ, ഓപ്പോസിറ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ട്രെയിനിങ് ആണ്. അപ്പം അത് നിങ്ങളെങ്ങനെയാണത് ചെയ്യുന്നുള്ള അർത്ഥമാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൽ സാഫല്യത്തിൽ എങ്ങനെയാണ് മനസ്സ് വെച്ചാൽ വേറൊരു സസ്പെൻസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. എനിക്ക് ചെറുപ്പം തൊട്ട് എല്ലാവരെയും പോലെ തന്നെ സിനിമ ആഗ്രഹമുണ്ട്, ആവണം എന്നുള്ളൊരു സാധനമുണ്ട്. എന്നാലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ആ ടാലൻ്റ് ഉണ്ടോ, ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണോ ഈ ലാസ്റ്റ് ഇത്രയും പേരെ. എനിക്കിപ്പോൾ ഒരു ഭയങ്കര സ്റ്റേജിൽ കയറി 10,000 പേരുടെ മുന്നിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പം നടക്കുന്നൊന്നും വരില്ല, എനിക്ക് പേടിയായിരിക്കും. പക്ഷേ എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കോളേജൊക്കെ ഫിനിഷ് ചെയ്ത സമയത്ത് ഞാൻ വീട്ടിൽ ഈ ആഗ്രഹം പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് പ്രതീക്ഷിച്ച റെസ്പോൺസ് നേരെ ഓപ്പോസിറ്റാണ്. കോളേജിൽ ആക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല, ഞാൻ കുറച്ച് ഒതുങ്ങിയ പേഴ്സണാണ്. അപ്പോഴത്തേക്കും ഇത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർ നിനക്ക് ഇതുണ്ടെങ്കിൽ നീ നോക്ക് ഒരു ടൈം തന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അതിനു വേണ്ടി ഒരു ഓഡീഷൻസോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ചുമ്മാ ഓഡീഷൻസിനൊക്കെ ഒന്ന് അയച്ച്, ആദ്യത്തെ അത് ഓഡീഷൻസിനൊന്നും വിളിച്ചു പോലുമില്ല നമ്മൾ അയച്ചാലും. അത് കഴിഞ്ഞ് ഒരു ഓഡീഷന് പോയി കഴിഞ്ഞപ്പം അവരൊരു സാധനം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ അഭിനയിച്ചിട്ടില്ല, ഒരു നാടകം പോലും ചെയ്തിട്ടില്ല ഞാൻ. അല്ലെങ്കിൽ അവർ ചെയ്യാൻ പറഞ്ഞ സാധനം ഞാൻ ചെയ്തു.
ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാൻ ചെയ്തതിൽ എനിക്ക് അവർ പറഞ്ഞ സാധനം തന്നെ എനിക്ക് അവിടെ കൺവേ ചെയ്ത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. എനിക്ക് റെഫറൻസിന് റീൽസ് പോലും കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ ഒരു സാധനം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ടി വി കാണുമ്പോഴത്തേക്കും ഞാൻ അതുപോലെ സ്വയം ചെയ്യാൻ നോക്കും എൻ്റെ രീതിയിൽ. അപ്പോഴത്തേക്കും അപ്പോൾ അയാൾ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു സാധനം എനിക്ക് മനസ്സിലായി. അതായത് ഒരു കഴിവ് എവിടെയുണ്ട്, ഞാൻ കഴിവുണ്ടെന്ന് പറയുന്നില്ല, എന്നാലും കഴിവ് എന്തോ ഒരു ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അത് തന്നെ സ്വയം ഹാർഡ് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുത്തൊരു സാധനം. എനിക്ക് ബൈ ബർത്ത് കിട്ടിയതാണെന്നൊന്നും ഞാൻ പറയില്ല. ഞാനത് തന്നെ മോൾഡ് ചെയ്താണ് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്തപ്പോഴത്തേന് ഇതിൻ്റെ സെക്കൻഡ് മേക്കിങ്ങിൽ വേറൊരു തലത്തിലേക്ക് താങ്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനത് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫ്രെയിമിങ്ങേ തന്നിട്ടുള്ളൂ ആ രീതിയിലാണ്. കാരണം ഒരുപാട് റിവീൽ ചെയ്യാൻ ഫസ്റ്റ് പാർട്ട് നമുക്ക്